നമ്മൾ ഈ പൊന്മുടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ മാത്രമല്ല, മിക്കവാറും എല്ലാ വിനോദസഞ്ചാരികളും മല കയറി മുകളിലെത്തുമ്പോൾ നേരെ പോകുന്നത് ഹിൽ ടോപ്പിലേക്കാണ്. ഹിൽ ടോപ്പിലെത്തിയാൽ വിശാലമായ പുൽമേടുകളിൽ കൂടിയും പാറക്കെട്ടുകളിൽ കൂടിയും ആകാശത്ത് തൊട്ടുരുമി നടക്കാം. അധികം ദൂരത്തല്ലാതെ ഒഴുകി നീങ്ങുന്ന മേഘങ്ങളെ കണ്ടു നിൽക്കാം. അങ്ങ് താഴ്വാരത്ത് നിന്ന് മോളിയിട്ട് മുകളിലേക്ക് വരുന്ന കോടമഞ്ഞ് കാണാം. അതിനുമപ്പുറം അങ്ങ് ദൂരെ മലനിരകളുടെ ഭംഗിയും കണ്ട് ആസ്വദിക്കാം. എന്നാൽ ശാന്തതയും കാടിൻ്റെ വന്യതയും ഒരുപോലെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് താഴ്വരയിലേക്ക് നടന്നിറങ്ങി ചെല്ലുവാൻ കഴിയുന്ന ഒരു ഹിഡൻ സ്പോട്ട് പൊന്മുടി ഹിൽ ടോപ്പിന് അടുത്ത് തന്നെയുണ്ട്. നമ്മൾ ഇപ്പോൾ പോകുന്നത് അങ്ങോട്ടേക്കാണ്. പൊന്മുടിയിലെത്തി ഹിൽ ടോപ്പിലേക്കുള്ള ചെക്ക് പോസ്റ്റിനടുത്ത് എത്തുന്നതിന് തൊട്ട് മുമ്പായി ഇടതുഭാഗത്തേക്ക് ഒരു റോഡുണ്ട്. ഈ റോഡ് വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഈ റോഡ് വഴി കുറച്ച് ദൂരം സഞ്ചരിക്കുമ്പോൾ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തും. വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തുമ്പോൾ തന്നെ അതിഥി മന്ദിരം എന്ന ബോർഡ് കാണാം. അതിഥി മന്ദിരത്തിലേക്കുള്ള ഗേറ്റ് കടന്ന് അകത്തേക്ക് കിടക്കുമ്പോൾ പോലീസ് സ്റ്റേഷനും കുറച്ച് ബിൽഡിങ്ങുകളും കാണാം. ഇതൊരു ബിൽഡിങ്ങിൻ്റെ ടോപ്പാണ്. ഇത് ഒരു വ്യൂ പോയിന്റ് പോലെയാണ്. ഇവിടെ നിന്നും ദൂരെ മലനിരകളുടെയും താഴ്വരകളുടെയും ഭംഗി ശരിക്കും ആസ്വദിക്കാം. ആ കാണുന്ന സ്റ്റെപ്പ് വഴിയാണ് താഴ്വരയിലേക്ക് പോകുന്നത്. സ്റ്റെപ്പ് തുടങ്ങുന്ന ഭാഗത്ത് ഒരു മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. മുന്നറിയിപ്പ് ബോർഡിന് നല്ല പഴക്കമുണ്ടെന്നാണ് തോന്നുന്നത്. പെയിൻ്റൊക്കെ മങ്ങി അതിൽ എഴുതിയിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കുവാൻ നല്ല ബുദ്ധിമുട്ടാണ്. കിഴുക്കാൻ തൂക്കായ കുന്നുകളും അഗാധമായ ഗർത്തവും സൂക്ഷിച്ചു നീങ്ങുക എന്നിങ്ങനെയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ സ്റ്റെപ്പുകൾ നിർമ്മിക്കുന്നതിന് മുമ്പാണ് ഈ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ സ്റ്റെപ്പുകൾ ഉള്ളത് കൊണ്ട് അത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ട് തോന്നുന്നുമില്ല. താഴ്വാരത്ത് പോയിട്ട് തിരികെ കുന്നുകയറി ക്ഷീണിച്ച് വരുന്നവർക്ക് വേണമെങ്കിൽ അല്പസമയം ഇവിടെ വിശ്രമിക്കാം. സ്റ്റെപ്പുകൾ ഇറങ്ങി താഴെ എത്തുമ്പോൾ ബണ്ട് കെട്ടിയുണ്ടാക്കിയ കൃത്രിമമായ ഒരു കുഞ്ഞു തടാകം പോലുള്ള ഭാഗത്താണ് നമ്മൾ എത്തുന്നത്. ഇവിടെ നിന്നും ഒരു ഓവുചാല് വഴി വെള്ളം താഴേക്ക് പതിക്കുന്നുണ്ട്. ഇതൊരു കുഞ്ഞരുവിയായി താഴേക്ക് ഒഴുകുന്നു. ഇവിടെ നിന്നുമാണ് കുറച്ചുകൂടി ത്രില്ലടിപ്പിക്കുന്ന യാത്രയുടെ ആരംഭം. അരുവി ഒഴുകുന്ന ശബ്ദവും ചീവീടുകളുടെ കാതടപ്പിക്കുന്ന ഒച്ചയും ഒരു തിക്ക് ഫോറസ്റ്റിൽ കൂടി സഞ്ചരിക്കുന്ന പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. ആ വന്യതയിൽ കൂടിയാണ് നമ്മൾ നടന്നു നീങ്ങുന്നത്. വനത്തിൽ കൂടി നടന്നെത്തുന്നത് തുറസായ ഒരു പ്രദേശത്തേക്കാണ്. ഇതാണ് പൊന്മുടിയിലെ ഗോൾഡൻ പീക്ക് എന്നും സൂയിസൈഡ് പോയിന്റ് എന്നും ഒക്കെ പറയുന്ന സ്ഥലം. ഇനി അങ്ങോട്ട് ബ്രൈമൂർ വനാന്തരങ്ങളിലേക്കുള്ള അഗാധ ഗർത്തങ്ങളാണ്. ഈ അരുവിയും ഒഴുകി ഇറങ്ങുന്നത് ബ്രൈമൂർ വനാന്തരങ്ങളിലേക്കുള്ള ഗർത്തങ്ങളിലേക്കാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ചെറിയ ചാറ്റൽ മഴ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് കൂടുതൽ സമയം ഇവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞില്ല. ആകാശത്ത് മഴമേഘങ്ങൾ തമ്പടിച്ചിരിക്കുന്ന കാഴ്ചകൾ കൂടി കണ്ടതോടെ താഴ്വരയിൽ നിന്നും മെല്ലെ മുകളിലേക്ക് നടന്നു. തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് ശാന്തമായ അന്തരീക്ഷത്തിൽ കുറച്ചു സമയം ചിലവഴിക്കുവാൻ അധികമാരും ശ്രദ്ധിക്കാത്ത സുന്ദരമായ ഒരു ഹിഡൻ സ്പോട്ട് പൊന്മുടിയിലുണ്ടെന്ന്
ഇനി പൊന്മുടിയിലേക്ക് യാത്ര വരുമ്പോൾ ഒന്ന് ഓർക്കുക.